അപ്പോസ്തലൻ ടിനു വെറും കള്ളനാണെന്ന് വചനം എന്തുകൊണ്ട് പറയുന്നു? അപ്പോസ്തലൻ ടിനു സ്വയം തള്ളുന്നത് കേട്ട് അവനെ പ്രവാചകൻ, അപ്പോസ്തോലൻ എന്നൊക്കെ വിളിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഈ സാത്താന്റെ സന്തതിയെ വിട്ട് വിശുദ്ധ വേദപുസ്തകം വായിക്കുക എന്നതാണ്. ക്രിസ്തു 2000 കൊല്ലം മുമ്പേ അന്ത്യകാലത്തിൽ ഇത്തരം കള്ളപ്രവാചകന്മാരും അന്ത്യക്രിസ്തുക്കളും പല രൂപത്തിലും പല ഭാവത്തിലും വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. തിനുവിനെ പോലെയുള്ള കള്ളപ്രവാചകന്മാരെ കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പാണിത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 തരത്തിലുള്ള ക്രിസ്തുക്കളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന് സാക്ഷാൽ മശിക, 2 കള്ളക്രിസ്തുക്കൾ. ആ ഗണത്തിൽ വരുന്നവന്മാരാണ് ഈ അപ്പോസ്തലന്മാർ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു അവരുടെ ദൈവം വയറ് എന്ന്. തിനുവിനെ പോലെയുള്ളവർ കള്ളന്മാരാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയാണ് പരാമർശിച്ചിരിക്കുന്നത്? യോഹന്നാൻ 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെയും ഇരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, അവനിൽ സത്യമില്ല. പ്രവാചകനും അപ്പോസ്തലനുമാണെന്ന് പറഞ്ഞ് വചനക്കച്ചവടം നടത്തുന്ന കാട്ടുകള്ളൻ. അവൻ വചനത്തിന്റെ മറവിൽ വിധവകളുടെ വീടുകളെ വിഴുങ്ങുന്നു. ദുഃഖത്തിലും ദുരിതത്തിലും ആശ്വാസം കണ്ടെത്തുവാൻ എത്തുന്നവരെ സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം നടത്തുന്നു, തെണ്ടിപ്പിരിക്കുന്നു. അവന്റെ ദൈവം വയറ്. ക്രിസ്തുവിന്റെ നാമത്തെ വൃഥാ എടുക്കുന്ന ഇവൻ കള്ളനും കൊള്ളക്കാരനുമല്ലാതെ പിന്നെ ആരാണ്? വിശ്വാസി സമൂഹമേ, ചിന്തിക്കുക, വിശുദ്ധ വേദപുസ്തകം വായിക്കുക. ക്രിസ്തുവിന്റെ നാമം വൃഥാ എടുക്കുന്ന കള്ളപ്രവാചകന്മാരോട് വചനം പറയുന്നതെന്നാൽ, എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? സങ്കീർത്തനം 50-ാം അധ്യായം 16-ാം വാക്യം. കള്ളപ്പാച്ചർമാരെ, വചനക്കൊള്ളയ്ക്ക് നിനക്കൊക്കെ ആര് അധികാരം നൽകി? അതുപോലെ i2 ന്യൂസ് കള്ളപ്രവാചകന്മാരുടെയും അന്ത്യക്രിസ്തുക്കളുടെയും മുഖംമൂടി പൊതുജനമധ്യത്തിൽ വലിച്ചു കീറുമ്പോൾ മുണ്ണക്കുഞ്ഞാടുകൾ ഞങ്ങളോട് ചോദിക്കുവാറുണ്ട്, ദൈവദാസന്മാരെ വിധിക്കുവാൻ നിങ്ങൾക്ക് ആര് അധികാരം നൽകി എന്ന്. അതിനുള്ള മറുപടിയും ഈ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ലൂക്കോസ് 12-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നു, മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞത് എല്ലാം വെളിച്ചത്ത് കേൾക്കും, അറകളിൽ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും. അങ്ങനെ ആ വചനവും നിവൃത്തിയാകുകയാണ് ഞങ്ങളുടെ വാക്കുകളിലൂടെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലാത്തവൻ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അതുപോലെ ടിനു എന്ന കള്ളപ്രവാചകന്റെ ശരീരത്തിൽ പ്രവേശിച്ച പിശാചിനെ ഒഴിപ്പിക്കുവാൻ ഇവനെ പിടിച്ചുകെട്ടി UK-യിൽ ഇവനെ പോലെ തന്നെയുള്ള ഒരു അന്ത്യക്രിസ്തുവിന്റെ പൈശാചിക കൂട്ടായ്മയിൽ കൊണ്ടുപോവുകയുണ്ടായി. അവിടെ നടന്ന ആ ഭൂതോച്ഛോടനം കാണുക. The Lord said to tell you, harvest of miracles, harvest of grace and glory is going to be massive from now. That the Lord will begin to speak to you in strange measures. Pick him up in strange dimensions. You will hear the voice of God. Bigger crusades, bigger encounter, bigger manifestation. Fresh in the name of Jesus. Congratulations, Pastor Tino. Blessed be your name, Lord. Great grace upon his life. All of you that came with him, all of you connected to him, come here. All of you connected to him, come. Those of you that live in London. എന്നാൽ ഇവന്റെ ശരീരത്തിൽ നിന്നും സാത്താൻ വിട്ടുപോയില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രോസ്പെരിറ്റി ബ്ലോക്ക് ക്രിസ്തുവുമായുള്ള ആ സംഭാഷണം വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി ഈ അപ്പോസ്തലന്റെ വട്ടുകളി കണ്ട് i2 ന്യൂസിലേക്ക് വിളിച്ചവരുടെ പ്രതികരണങ്ങൾ കേട്ടാലും. രാജേഷ്, ഞാൻ പിന്നെ നമ്മുടെ തിനുവിനെ പറ്റി നിങ്ങൾ ഒരു
വീഡിയോ ഇട്ടില്ലായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നത്. നമ്മുടെ അടുത്ത് തന്നെയാണ്, കൊട്ടാരക്കരയാണ് ഈ സംഭവം. ടിനു എന്ന് പറയുന്ന പുള്ളി എനിക്കറിയാം, ഞാൻ നേരത്തെ പുള്ളി അടുത്തൊക്കെ അങ്ങനെ പോയിട്ടൊക്കെ ഉള്ളതാണ്. എന്ന് വെച്ചാൽ പുള്ളിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് വെച്ചാൽ ഭയങ്കര താല്പര്യം പുള്ളിക്ക്. പൈസയോടാണ് പുള്ളിക്ക് ഭയങ്കരമായിട്ട് പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ്. പുള്ളി അടുത്ത് പോകുന്നിടത്ത് തന്നെ പുള്ളി ഇപ്പോഴല്ല, ഇത് പുള്ളി നേരത്തെ പറഞ്ഞു തുടങ്ങുന്നതാണ്. ചെല്ലുമ്പോൾ തന്നെ പലപ്പോഴും ഞാൻ കേട്ടുള്ളതാണ്. പുള്ളി ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ എവിടെ ഉണ്ടെങ്കിലും അവർ നശിച്ചു പോട്ടെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക പ്രാർത്ഥന ചെയ്തിട്ടാണ് പുള്ളിയുടെ പരിപാടി തുടങ്ങുന്നത്, സുരക്ഷിത സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ വന്നിട്ട് എന്നാലും പുള്ളി ഈ പറഞ്ഞത് പലരും അയാളുടെ അടിമയായിട്ടാണ് ഇപ്പൊ അവിടെ സംഭവിക്കുന്നത്. അടിമയായി പോയി, മനുഷ്യന് പുള്ളിയുടെ അങ്ങ് അടിമയായി പോയി എന്ന് വെച്ചാൽ അതുപോലെ പുള്ളി എന്താ പറയുന്നത്, ബൈബിളിനെ പറ്റി പറഞ്ഞ് അവരെ അങ്ങ് അടിമയാക്കി വെച്ചേക്കുവാണ് എല്ലാവരും. പുള്ളി അവരെ ഒരു അടിമ രീതിയിലാണ് അങ്ങ് ആക്കി വെച്ചേക്കുമെന്ന് വെച്ചാൽ പുള്ളി പറയുന്നതാണ് അവരുടെ ഒരു രാജാവ് എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ അവിടുത്തെ പ്രവർത്തനമല്ല. അപ്പൊ അതാണ് പുള്ളിക്ക് പറ്റിയേക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം. അവർക്ക് അതുകൊണ്ട് ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ, ഈ പുള്ളി ആരെയും കൂടുതൽ നിർത്തത്തില്ല. ആരെങ്കിലും നന്നായിട്ട് ആയി വരുന്നവരെ പുള്ളി പതിയെ അവരെ ഔട്ട് ചെയ്യും. അയാളോടൊപ്പം എത്തുമ്പോൾ അയാളുടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ പുള്ളി ഔട്ട് ചെയ്യും. എന്ന് വെച്ചാൽ അയാളോടെ എത്താൻ ആരെയും പുള്ളി അനുവദിക്കത്തില്ല. പുള്ളിക്ക് ആ ബിസിനസ് നടക്കണം. അപ്പൊ അതിന് കുറെ പാവം പിടിച്ച കുറെ നല്ല ആൾക്കാർ, നല്ല കഴിവുള്ളവർ, പുള്ളിയെക്കാരും കഴിവുള്ളവരോട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പലരും ഇല്ല അവിടെ. ഇവരെയൊക്കെ ഒരു സൈഡ് എത്തുമ്പോഴത്തേക്ക് പുള്ളി പതിയെ കൊണ്ട് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. ഇവരുടെയൊക്കെ ആഗ്രഹം എന്താണെന്നറിയോ, നല്ല ഫുഡ് കഴിക്കണം, നല്ല അടിപൊളി ഫുഡ്, AC വണ്ടി, അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ നല്ലതായിട്ട് ജീവിക്കണം. ഈ പുള്ളി അവിടെ പിന്നെ ആദ്യം കുറെ എത്രയോ കോടികൾ മുടക്കി വസ്തു മേടിച്ചിട്ടുണ്ട്. വസ്തു മേടിച്ചു, അതിനുശേഷമാണ് ഈ ചർച്ച വെക്കാൻ എനിക്ക് തോന്നുന്നു 8 കോടി രൂപയുടെ കാര്യം പുള്ളി പറയുന്നത്. പുള്ളി ഓർത്തഡോക്സ് ഒന്നും അല്ല, പുള്ളി മർത്തോമക്കാരനായിരുന്നു. ഇതിനും പുള്ളിയുടെ വൈഫ് ഹൗസ് ആയാലും ഭാവന ടെക്സ്റ്റൈൽസ് ഒക്കെ പുള്ളിയുടെയാണ്. നല്ല പൈസ എല്ലാം ഉണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ എന്താ അറിയോ, ഈ ന്യൂ ജെൻ ഇവരൊക്കെ ആഗ്രഹിക്കുന്ന ശരീരം അനങ്ങാതെ പൈസ ഉണ്ടാക്കി കഴിക്കണം, നല്ല ഫുഡ് കഴിക്കണം, AC വണ്ടിക്കകത്തിരിക്കണം. പിന്നെ അവർക്ക് കുറച്ച് ബൈബിളൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്, പഠിച്ചത് അവർ പറയുന്നുണ്ട്. പക്ഷെ അവരുടെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ശരീരം അനങ്ങാതെ കഴിക്കുക. അപ്പൊ അവരുടെ കൂടുള്ളവർ ലാവിഷായിട്ട് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. കൂടുള്ളവർക്ക് ലാവിഷായിട്ട് രാജകീയമായിട്ട് അവരെ വേറൊരു ലെവല് നിർത്തിയേക്കും. എന്ന് വെച്ചാൽ സമയത്തിന് കഴിക്കാനുണ്ട്, നല്ല ഹോട്ടലുകളിൽ താമസിക്കാം, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം. നമ്മൾ പറയത്തില്ലയോ എന്താ പറയുക, കൂളിംഗ് ഗ്ലാസും വെച്ച് നല്ല വണ്ടിക്കകത്ത്. ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ഷോർട്ട് കട്ടി പൈസ ഉണ്ടാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലുള്ളവരല്ല, കേരളത്തിന്റെ കാര്യം പറയുന്നത്. കേരളത്തിലുള്ളവരുടെ ആഗ്രഹം റമ്മി കളിച്ചോ അല്ലെങ്കിൽ ലോട്ടറി എടുത്തോ ഒക്കെ പൈസ ഷോർട്ട് കട്ടി പൈസ ഇങ്ങനെ ഉണ്ടാക്കുക, അത് വെച്ചിട്ട് ജീവിക്കണം. അപ്പൊ നമ്മളൊക്കെ എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. നമുക്കെന്ന് വെച്ചാൽ ഓരോ രൂപയ്ക്ക് നമുക്ക് വിലയുണ്ടതുകൊണ്ട് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് വെച്ചാൽ എങ്ങനെ ഷോർട്ട് കട്ടിൽ നമുക്ക് പൈസ സമ്പാദിക്കാം, അത് വെച്ചിട്ട് ആശ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ദൈവത്തെ വിൽക്കാം, ഒരു കുഴപ്പമില്ല. പുള്ളിയുടെ പണ്ടത്തെ ഉള്ള ഒരു ആഗ്രഹമാണ്. അതിന് മുമ്പേ കുറെ പേരുണ്ടല്ലോ, ഈ തങ്കു ഒക്കെ ഉണ്ടല്ലോ കുറെ പേര്. അപ്പൊ അവരെ പോലെ ഈ പുള്ളി കുഞ്ഞുനാളിലെ സ്വപ്നം കണ്ട ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പൊ അതിനുവേണ്ടി പുള്ളി ഹാർഡ് വർക്ക് ചെയ്തു. അപ്പൊ അവിടെ വരുന്നവരെങ്ങനെ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന പാവം പിടിച്ച മനുഷ്യരാവുന്ന മുമ്പ് ഇരിക്കുന്നതല്ല. അപ്പൊ അവരെ വരട്ടി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൈസ തരും, അല്ലെങ്കിൽ പൈസ തന്നില്ലെങ്കിൽ ഒക്കത്തില്ല. ലാസ്റ്റ് കൊണ്ടുവന്ന് മൊത്തം അവരുടെ മേളിലാണ് ഇടുന്നവര്. ഈ പുള്ളി ഇവരല്ല, ചീത്ത വിളിക്കാനും വഴക്ക് പറയാനും സന്തോഷിപ്പിക്കാനും ഒക്കെ കുറെ പേര് പുള്ളിക്ക് മുമ്പേ വേണം. അത് വെച്ചിട്ട് ഇവര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളി ആദ്യം പെർഫെക്റ്റ് എന്നല്ല പറയുന്നത്, ദൈവവചനത്തിന്റെ കാര്യത്തിൽ പുള്ളിക്ക് കുറച്ച് നോളജ് ഉണ്ടായിരുന്നു, പുള്ളി പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ആരും ഇതുവരെ പുറത്തു കൊണ്ടിട്ട് വലിച്ച് ഒട്ടിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഫസ്റ്റ് ആണ് കേൾക്കുന്നത്. ഇയാളെ പറ്റി ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തേച്ചൊട്ടിപ്പ് കാണുന്നത്. പുള്ളിയുടെ മനസ്സിലുള്ളത് മൊത്തം ഇത്രയും നാൾ പുള്ളി ഒതുക്കി വെച്ചിരുന്ന അത് പക്ഷെ ഇപ്പൊ പുറത്ത് ചാടി. അകത്തുള്ള സാത്താൻ ഇപ്പൊ പുറത്ത് ചാടി. എന്ന് വെച്ചാൽ പുള്ളിക്ക് പൈസയുടെ ഒരുപാട് കാര്യങ്ങളായി. ഇപ്പൊ ലോണും കാര്യങ്ങളൊക്കെ കാണും, വസ്തുവൊക്കെ മേടിച്ചിട്ട് ഒരുപാട്. അപ്പൊ അത് നികത്താൻ എന്ത് ചെയ്യാൻ വേണം, പൈസ വേണ്ടേ. അപ്പൊ പുള്ളി പരസ്യമായിട്ട് വന്ന് ഇത് പറയാൻ തുടങ്ങി. പുള്ളി ആരെയും ഞാൻ ഇതുവരെ കേട്ടില്ല, ഇതുവരെ പുള്ളി ആരെയെങ്കിലും വിമർശിച്ച് കേട്ടിട്ടുണ്ടോ അയാളുടെ ഏതെങ്കിലും വീഡിയോയിൽ? പുള്ളിയുടെ സ്വയം അതല്ല ഉള്ളിലുള്ള സ്വഭാവം പുറത്ത് ചാടി. ദ്രവ്യാഗ്രഹം കൊണ്ട് പറ്റിപ്പോയതാ പുള്ളി. ഇല്ല പുള്ളി കുറച്ചുകൂടെ സേഫ് സോണിൽ പൊക്കോണ്ടിരുന്നത്, പള്ളിയെല്ലാം കാര്യങ്ങൾ നടന്നതാണ്. അപ്പൊ അത് ഓർത്ത് മനുഷ്യനായ പുള്ളിയും ചാടി. എന്ന് വെച്ചാൽ അത് തന്നെയല്ലേ വരുന്നത്, ബൈബിൾ തന്നെ അതല്ലേ പറയുന്നത്. നമ്മൾ എത്രയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യം പുറത്ത് ചാടും. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ആത്മാർത്ഥമായിരിക്കണം, നമ്മൾ ഇതായിരിക്കണം. അതല്ല, പുള്ളി ആത്മാർത്ഥമല്ലല്ലോ. ഞാൻ വിളിക്കുന്ന UK എന്നാണ്. എന്റെ പേര് ജെറിൻ എന്നാണ്. ഞാൻ മറ്റേ ഒരു പാസ്റ്റർക്കെതിരെയുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ചേട്ടാ, ഇതിന് നമുക്ക് ഈ ഫോർജറിക്ക് കേസെടുക്കാൻ പറ്റത്തില്ല. ഈ കർത്താവിന്റെ ഫോണാന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കിനെ മുഴുവൻ പറ്റിക്കുമ്പോ പിന്നെ സംശയം എന്തായിരിക്കും, നമുക്കൊന്നും നിവാരണമായിട്ട് നേരിടത്തില്ല. ഇതിനെ പോലെ തെണ്ടുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെട്ട് പോവാ. ഞാൻ ചോദിക്കുന്നത്, ദൈവത്തിന്റെ കോളാന്ന് ഒരു പബ്ലിക്കിനോട് പറയുമ്പോ തന്നെ അവിടെ ഫോർജറി അല്ലേ? പിന്നെ ആൾക്കാരൊക്കെ എന്താ ഇവരൊക്കെ അടുത്ത് പോകുന്നവർ എന്തെങ്കിലും ഒരു ആശ്വാസം ഒരു നേരത്തെ അവർക്ക് അസുഖം കാരണമോ പട്ടിണി കാരണമോ ഒക്കെ ദൈവത്തെ അറിയാൻ വേണ്ടി പോകും. ആരെയൊക്കെ ഇങ്ങനെ ഇവർ ഊമ്പിച്ച് എത്ര നാളായി ജീവിക്കുന്നത്. അവന്റെ കവള് കണ്ടോ, അവന്റെ കവള് 5 പൈസ പണിയെടുക്കത്തില്ല. എനിക്ക് സത്യത്തിൽ അങ്ങ് പിടിച്ചങ്ങ് ഇടിക്കാനോ. ഞാൻ ചോദിക്കുന്നത്, ഈ സജി ചെറിയാൻ ഭരണഘടനയ്ക്കെതിരെ ഇന്നിപ്പോ ഒരു കേസ് വന്നേക്കുക. ഇതും അതുപോലെ തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാല് എന്നെ ദൈവം വിളിച്ചു എന്നൊക്കെ പറയുന്നവർക്ക് തന്നെ കോടതിക്കും പോലീസിനൊക്കെ നേരിട്ടിടപെടാം.
അത്ര ആൾക്കാരെ പറ്റിക്കുകയാണ് ഇവൻ. പിന്നെ എന്നാ ഞാൻ തമാശ പറഞ്ഞത്, ക്യാൻസൽ ദ പ്രോസ്പെക്ട്. ഇവൻ ഏത് ഊള ഇവന്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ക്രിസ്ത്യാനി, ഞാൻ കത്തോലിക്കൻ, ഞാൻ പാലാരോധപ്പെട്ട, ഞാൻ പള്ളിയിൽ പോകുന്നതാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഈ ലോകം മുഴുവൻ എല്ലാ ദൈവവിശ്വാസവും വിശ്വസിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ, ഭൂമിയും ആകാശവും അതിന് മേളിൽ അതിൻ്റെ എല്ലാം ദൈവം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് പിന്നെ ഈ അന്യമതപ്പെട്ട ആൾക്കാരെ ഈ ദൈവം ഉണ്ടാക്കിയാണ്. പുള്ളി അതിന്റെ കാര്യം നോക്കോളും വിചാരിച്ച് വെറുതെ വിട്ടാ പോലെ. എന്തിനാണ് ഇവർ ഈ എല്ലാവരും ക്രിസ്ത്യാനിയാണെന്ന് പറയണം? ഒന്ന് പറയുന്നു. രണ്ടാമത്, നമ്മളെ എല്ലാം സൃഷ്ടിച്ചു വിട്ടേക്കുന്ന ഒരേ ദൈവം തന്നെയാണ്. അപ്പൊ എനിക്ക് തന്നേക്കുന്ന നട്ടലും എനിക്ക് തന്നേക്കുന്ന അടിച്ചോറും മതി എനിക്ക് ജീവിക്കാം. പിന്നെ ഇവനാരും ക്യാൻസൽ ചെയ്യാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം അനിയനുണ്ടെങ്കിൽ അവന്റെ കാര്യം എന്റെ അപ്പനോ ഞാൻ പോലും പുള്ളി പോലും കേൾക്കത്തില്ല. പിന്നെയാണ് എന്നെ സൃഷ്ടിച്ചു വിട്ടാൽ പുള്ളി ഇവൻ പറഞ്ഞു ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പൊ ഇതൊക്കെ വലിച്ച് ഇതിൽ ഒട്ടിക്കേണ്ടതുണ്ട്. ഇവനെയൊക്കെ അവന്റെ ആ ചെള്ള തീർത്ത് അവന്റെ ആ കവള് 10 പൈസയുടെ പണിയെടുക്കത്തില്ല, മൊത്തം ചുമ്മാ തിന്ന് നെയ്യും കയറി ഇരിക്കുന്ന നെയ്ക്കുമ്പളങ്ങ പോലെ. നെയ്ക്കുമ്പളങ്ങ എന്നൊക്കെ ഇവന്റെ മുഖം. ഇത്രയും കരി എനിക്ക് അതിനകത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നുണ്ട് ഇത് ഫോർജറിയാണ്, ഇങ്ങനെ കേസ് എടുക്കണം. പക്ഷെ ഞാനിപ്പോ UK-ലാണ്. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് കാണുമ്പോൾ വരുന്ന അരിശം കാരണമാണ്. ചേട്ടന് കൺഗ്രാറ്റ്സ്. ഈ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, എന്തെങ്കിലുമൊക്കെ ലോകം തിരിച്ചറിയും. ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു ഇങ്ങനെ വല്ല പണിയെടുക്കണമൊക്കെ. ഞാൻ എന്റെ വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. അത് എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഈ പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കുന്നു. ഇവരൊക്കെ എന്നെ ജീവിക്കാൻ വേണ്ടി ഇവൻ എന്നെ ചെയ്തിട്ടേ നോക്കാം. പക്ഷെ ഇവൻ പിന്നെ ദൈവത്തെയൊക്കെ ഇങ്ങനെ റീഡയറക്ട് ചെയ്ത് വിടുക. അതുപോലെ ഇവന്മാരെ ഒന്നാമത് ഈ പണിയെടുക്കാത്ത എന്തിനാണ് ഈ ആൾക്കാർ വീട് കേൾക്കുന്നത്? ഇപ്പൊ എന്ന് പ്രശ്നം ചെയ്തിട്ട് നമുക്ക് എല്ലാവരും ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ വരുന്നു കഷ്ടപ്പാട് വരും. അപ്പൊ ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ദൈവം നമ്മളെ ഇച്ചിരി കഷ്ടപ്പെടുന്നു. പക്ഷെ അതും കഴിഞ്ഞാൽ പുള്ളി നോക്കിക്കോളും എന്നുള്ള ശിവാപ്തിവിശ്വാസത്തിൽ എത്താൻ പറ്റിയെന്നാണ് ദൈവവിശ്വാസത്തിന് അടിസ്ഥാനമാണ്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മളൊരു പാറയുടെ വേണ്ട തൂങ്ങി കിടക്കുവാണ്. ഈ കൈ എന്റെ കൈക്ക് വേദന എടുക്കരുത്, ഈ ഞാൻ തൂങ്ങി കിടക്കുന്നത് അമ്പൊടിഞ്ഞു പോലെയാണ്. പുള്ളി പറയുന്നത് നീ കൈ വിട്ടാൽ ഞാൻ താഴെ ഒന്ന് പിടിച്ചോളാം. അപ്പൊ ആ വിടാനുള്ള ശേഷി ഉണ്ടാകുന്നവർക്കാണ് യഥാർത്ഥ വിശ്വാസം. ഇവന്മാർ അതെല്ലാം നശിപ്പിച്ചു കളയും. എല്ലാ മനുഷ്യനും ഭാവിയാന്ന് പറയും. എല്ലാ മനുഷ്യരും നിന്നെ ദൈവം നശിപ്പിക്കുക. അങ്ങനെയൊന്നുമല്ല. നമ്മളാരും പിന്നെ മാന്യന്മാരല്ല. പക്ഷെ ദൈവത്തിനറിയാം. ഇവിടെ ആണെങ്കിൽ ഒരു വേറെ മാറ്റപ്പെട്ട ഒരാളെ ഫുഡ് കൊണ്ടെത്തന്നാല് ഇതൊന്നും പിന്നെ ഇവനൊന്നും ദൈവം തമ്പുരാന്റെ പേര് മഞ്ഞ് പേടിപ്പിക്കാന്ന് പേടിക്കണ്ട. പുള്ളിയെ നമ്മൾ ന്യായമായിട്ടുള്ള കാര്യം നമ്മൾ ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഇവനെ പോലെ കടിച്ച് വേദനിപ്പിക്കാൻ വേണം. ഞാൻ താങ്കളുടെ ടിനു ജോർജിന്റെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളതേ, ഈ പെന്തിക്കോസുകാരെന്ന് പറഞ്ഞാൽ ഈ IPC ചർച്ച് ഓഫ് ഗോഡുകാരൊക്കെ നല്ല വിശ്വാസത്തിലുള്ളവരുണ്ട്. ഇത് ഇൻഡിപെൻഡന്റ് ചർച്ചുകാരാ. അപ്പം ഈ പെന്തിക്കോസുകാരെന്ന് പറയുമ്പോൾ മൊത്തം പേരെയും ആൾക്കാരങ്ങനെ വിചാരിക്കും. ഇത് പ്രത്യേക ഒരു ഗ്യാങ്ങായിട്ട് മാറി. ഇൻഡിപെൻഡന്റ്, ഇവര് വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ദൈവമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത ഒരു ഗ്രൂപ്പാണ്, ഒരു കൾട്ടാണ്. അപ്പം പെന്തിക്കോസുകാരെന്നൊരു പദം അതിനകത്ത് ഉപയോഗിക്കുമ്പോൾ നല്ല പെന്തിക്കോസ് വിശ്വാസത്തിലുള്ളവര്, നല്ല ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുന്നവരെയും കൂടാണ് ആൾക്കാർ ചിന്തിച്ചു പോകുന്നത്. അങ്ങനെയുള്ളവരുടെയും കൂടെ വില കളയുന്നത് ഇവന്മാരല്ലേ? അതെ. പക്ഷെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്ത ഒരു സാധാരണക്കാര് പെന്തിക്കോസുകാരെന്ന് കേൾക്കുമ്പോൾ മറ്റുള്ളവരെയും അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം ദയവായിട്ട് അങ്ങ് ഇത് ഇൻഡിപെൻഡന്റ് ചർച്ചുകാരെന്നുള്ള രീതിയിൽ ഒന്ന് ഒരു പ്രസ്താവന എടുത്താൽ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും ഇടാം. എന്നാൽ ഇപ്പൊ മർത്തോമക്കാര് എന്ന് പറയുമ്പോൾ മർത്തോമ വിഭാഗക്കാര് എന്നുള്ള രീതിയായി പോത്ത്. അങ്ങനെ അതുപോലെ പെന്തിക്കോസുകാരെന്നുള്ള ഒരു പദം അതിനകത്തൊന്ന് മാറ്റിയാലേ. കാരണം അവര് ഇൻഡിപെൻഡന്റ് ചർച്ചുകാർക്കുള്ള ഒരു കുഴപ്പം, അവർക്ക് എത്രയും പൈസ ഉണ്ടാക്കുക, ആൾക്കാരെ കൂട്ടുക. വേലിയില്ലാത്ത ഒരു സഭയാണ് ഇൻഡിപെൻഡന്റ് ചർച്ച്. ചർച്ച് ഓഫ് ഗോഡ്, IPC ഒക്കെ അതിനകത്ത് മറ്റ് എപ്പിസ്കോപ്പൽ സഭകളെ പോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ചർച്ചുകളാണ്. അപ്പോൾ അവരെ പെന്തിക്കോസുകാരെന്ന് മാത്രമായിട്ടൊരു പദം ഉപയോഗിക്കുമ്പോൾ ഇത് യൂട്യൂബിലൊക്കെ കേൾക്കുന്നവർക്ക് ഒരു പ്രയാസം ഉണ്ടാവും. എൻ്റെ പേര് TT ജോസഫ് എന്നാണ്, വിശാഖപട്ടണം. ഞാൻ നിങ്ങളുടെ ചാനൽ പലപ്പോഴും എല്ലായ്പ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ ടിനു ജോർജിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ പെന്തിക്കോസുകാരെ മൊത്തം അടച്ച് ആരോ സംസാരിക്കുന്നത് നിങ്ങളത് ഇതിനകത്ത് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. പാസ്റ്ററാണോ ഇത്? ഞാൻ പാസ്റ്ററാണ്. നമ്മൾ കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ശരിയായിരിക്കാം. ഞങ്ങളൊക്കെ ഇവിടെ നാളിലൊക്കെ ഇങ്ങനെ വില്ലേജുകളിലൊക്കെ പ്രവർത്തിക്കുന്നത് പെന്തിക്കോസുകാരാണ്. അപ്പം ഞാൻ ഇവിടെ 40 വർഷം ഇവിടെ വിശ്രമണത്താണ്. അപ്പം ഞാൻ ഇതുവരെ ചർച്ചുണ്ടോ സ്ഥാപനങ്ങളുണ്ടോ ഒന്നും എൻ്റെ പേരിലില്ല. അതെല്ലാം ചർച്ചിൻ്റെ പേര്.
ചർച്ചിന്റെ പേരിൽ അതിൽ ഏതെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പർമാരോ ആരെങ്കിലും മക്കളോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ആരുമില്ല. ചർച്ചിന്റെ പേരെന്തുവാ? മിനിസ്ട്രിയുടെ പേര് എൽറോയ് മിനിസ്ട്രീസ്. എൽറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈബിളിലുണ്ടല്ലോ, കാണുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം. എൽറോയിഡ് മിനിസ്ട്രീസ്. അന്നേരം ഇതിന്റെ പേരിലാണോ നമ്മുടെ ട്രസ്റ്റ്? അതെ. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഇതാണ് സൊസൈറ്റി, ട്രസ്റ്റ് അല്ല. സൊസൈറ്റി ആരുടെയൊക്കെ പേരിലാണ്? നാട്ടിൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാര്, പിന്നെ വിശ്വാസികളായ ആളുകള്, അതുപോലെ തന്നെ ഇവിടുത്തെ അങ്ങനെ പേരേ ഇല്ലേ ആ ട്രസ്റ്റില്? എന്റെ പേരുണ്ടോ? അതിന് ചർച്ചിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അങ്ങയുടെ പേരുണ്ട്, നമ്മുടെ പേരുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.